Hi guys, welcome back. ഇന്നും ഒരു മഹീന്ദ്ര താറിന്റെ മോഡിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ വണ്ടി വന്നിട്ടുള്ളത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നാണ്. ഇത്രയും ലോങ് ഒക്കെ നമ്മുടെ അടുത്തേക്ക് വർക്ക് ചെയ്യാനായിട്ട് വണ്ടി വരുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാടധികം മോഡിഫിക്കേഷൻ ഈ ഒരു താറിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എല്ലാ വീഡിയോ പോലെ തന്നെ ഇതും പറഞ്ഞുതരാട്ടോ. പിന്നെ റേറ്റ് ഡീറ്റെയിൽ അടക്കമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോണത്. അപ്പോൾ ഇതിൽ നമ്മൾ വാങ്ങൽ ടൈപ്പ് ഗ്രില്ലും അതേപോലെ വാങ്ങൽ ടൈപ്പ് ബമ്പറൊക്കെയാണ് നമ്മുടെ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റാണ്. പ്രോമാന്റെ ബമ്പർ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും സ്ട്രോങ്ങിലുള്ള ഒരു ബമ്പറാണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റേത് ഞാൻ ABS ക്വാളിറ്റിയിലാണ് കാണിച്ചു തന്നിട്ടുള്ളത്, ബ്രാങ്കൽ ടൈപ്പ്. ഇത് പക്ഷേ നോർമലായിട്ട് മെറ്റൽ ടൈപ്പ് ആണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു ബമ്പറാണ്. ഒപ്പം തന്നെ ഒരു വ്യത്യസ്ത ഡിസൈനിൽ വരുന്ന ഒരു ബമ്പറാണ്. ഒരു സ്പോർട്ടി ഒരു ഓഫ് റോഡർ ആയിട്ട് വരുന്ന ഒരു വണ്ടിയുടെ ലുക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബമ്പർ നമുക്ക് തരുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രില്ലും ആഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമറിന്റെ ആവശ്യപ്രകാരമാണ് ഈ ഒരു ഗ്രില്ല് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ നമുക്ക് ആംബർ ഗ്രില്ലായിട്ട് വരുന്നുണ്ട്. നമുക്ക് സെപ്പറേറ്റ് വെച്ച് പിടിപ്പിക്കേണ്ട ഇൻബിൽട്ട് ആയിട്ട് തന്നെ ആ ഒരു സ്ക്വയർ LED ടൈപ്പ് വരുന്നുണ്ട്. യെല്ലോ ആണ്. ഇതിൽ സ്വിച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ലൈറ്റ് കത്തേണ്ട. പിന്നെ നമ്മൾ ഒരുവിധം എല്ലാ വീഡിയോസിലും പറയണ ഹെഡ് ലാമ്പാണ്. നമ്മൾ എല്ലാ വീഡിയോസിലും ആഡ് ചെയ്തിട്ടുള്ള വണ്ടികളൊക്കെ ഈ ഒരു ടൈപ്പ് ഹെഡ് ലാമ്പ് തന്നെയാണ്. കാരണം ഞാൻ കുറഞ്ഞത് പരമാവധി കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറയാറുണ്ട്, എടുക്കരുത്. കാരണം വെച്ചാൽ ചിലവരൊക്കെ 3500 തൊട്ടുള്ള ചോയ്സൊക്കെ വരും. പക്ഷെ എന്നാൽ തന്നെ ഞാൻ അത് കൂടിയ ടൈപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളൂ. കാരണം വെച്ചാൽ കംപ്ലൈൻസ് ഉണ്ടാവില്ല, നമുക്ക് തലവേദനയില്ല, കസ്റ്റമർക്കും തലവേദനയില്ല. വെച്ചാൽ എന്തെങ്കിലും രാത്രി എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴായിരിക്കും ഹെഡ് ലാമ്പ് കത്താണ്ടാവുക, വെട്ടം കുറവ്, പിന്നെ തലവേനയാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമ്മളെ വണ്ടിയിൽ, ഏത് വണ്ടിയായാലും, ഇപ്പൊ കുറഞ്ഞ വണ്ടി ആയിക്കോട്ടെ കൂടിയ വണ്ടി ആയിക്കോട്ടെ, എല്ലാം നല്ല പ്രൊഡക്റ്റിനെ ഇട്ട് തന്നെ നമ്മളെ വണ്ടിയിൽ ആക്സറീസ് ഫിറ്റ്മെന്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇത് ചെയ്തിട്ടുള്ളത് 60-55 ബൾബായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വെട്ടമുള്ളതാണ്. നൈറ്റ് ആയാലും നമുക്ക് നല്ല വെട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയണം, വെൽക്കം ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. DR വരുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രീമിയം ഹെഡ് ലാമ്പാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹെഡ് ലാമ്പ് പറഞ്ഞ പോലെ തന്നെ സൈഡിലും നമ്മൾ DR ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ രണ്ട് സൈഡിലും ഇൻഡിക്കേറ്ററും DR വരുന്നതാണ്. മാട്രിക്സ് ടൈപ്പാണ്. പിന്നെ നമ്മൾ ആ ഒരു വീലാർച്ചിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫ് ആണ്. പെട്ടെന്ന് വെള്ളം അടിച്ച് കയറുന്നതായതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ട് ക്വാളിറ്റിയും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ ഫോഗ് ലാമ്പാണ്. 3 കളറിൽ വരുന്ന പ്രൊജക്ടറിലായിട്ട് വരുന്ന ഒരു പ്രീമിയം ഫോഗ് ലാമ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രോമാന്റെ ബമ്പറിൽ അത്രത്തോളം അനുയോജ്യമായിട്ടുള്ള ഒരു ഫോഗ് ലാമ്പാണ് ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ പ്രീമിയം വെഹിക്കിൾസിലൊക്കെ കാണുന്ന ടൈപ്പ് കട്ട് ഓഫ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോഗ് ലാമ്പിൽ വന്നിട്ടുള്ളത്. യെല്ലോ, ബ്ലൂ, വാം ലൈറ്റ്. അപ്പൊ ഏത് ഇതിലും ക്ലൈമറ്റിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഫോഗ് ലാമ്പ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വയറിങ് ഓൾറെഡി ഈ ഒരു താറിൽ വന്നിട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റ് DRLന്റെ ഹെഡ് ലാമ്പിന്റെ മാത്രമാണ് ഇതിൽ എടുത്തു കൊടുക്കാനുള്ളത് കേട്ടോ. ഹെഡ് ലാമ്പിന് മാത്രമേ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫോഗ് ലാമ്പിനൊക്കെ ഓൾറെഡി വയറിങ് കാര്യങ്ങളൊക്കെ വന്നതാണ്. നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, വേറെ വയർ കട്ടിങ്ങോ കാര്യമൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് നമ്മളെ ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്ക് കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് തരുന്നത്. ഇനിയിപ്പോൾ എലോയ്സും അതേപോലെ തന്നെ ടയർ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണ് ഇത്തിരി കൂടി വണ്ടിക്ക് ഒരു മാസ്മരിക ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇനി ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ആംബിയൻസ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് 2 ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോർമൽ ഒരു സ്ട്രിപ്പ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് താറിനായിട്ട് വരുന്ന ഒരു ആംബിയൻസ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് AC വിൻഡ് മാറ്റി വെച്ചിട്ട് അതിന്റെ ആംബിയൻസ് ലൈറ്റ് ആണ്. ഒരു പ്രത്യേക ഒരു രസം തന്നെയായിട്ടോ. നമ്മളെ AMG ടൈപ്പ് LED ലൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ടൈപ്പാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ സ്പോയിലർ LED ചെയ്തിട്ടുണ്ട്. താറിന് ആ ഒരു സ്പോയിലർ LED ഭയങ്കര രസം തന്നെയാണ് ബാക്ക് സൈഡിൽ. പിന്നെ അതേപോലെ തന്നെ ടെയിൽ ലാമ്പ് കൂടെ ചെയ്തിട്ടുണ്ട്. ഒരുപാടധികം മോഡലിൽ ടെയിൽ ലാമ്പ് LED നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ ആൾക്കാരും സെലക്ട് ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ള ടൈപ്പ് തന്നെയാണ്. കൂടുതലും സ്പോയിലർ LED ചെയ്താലാണ് ബാക്കിൽ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ വരുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നമ്മൾ സ്പോയിലർ LED ആഡ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല കേട്ടോ, സ്പോയിലർ LED നമുക്ക് ഒരുപാടധികം മോഡുകൾ വരുന്നുണ്ട്. ഇന്ത്യക്ക് നമ്മുടെ ടെയിൽ ലാമ്പിന്റെ സെയിം ഫംഗ്ഷൻ തന്നെയാണ് സ്പോയിലർ LED വരുന്നത്. സ്പോയിലറിന്റെ ടൈപ്പ് തന്നെയാണ്. അപ്പൊ അതിൽ ഇൻഡിക്കേറ്റർ, പാർക്ക്, റിവേഴ്സ്, ബ്രേക്ക്, ഇങ്ങനത്തെ 4 ലൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫംഗ്ഷനിൽ വർക്ക് ചെയ്യും. അത് മാട്രിക്സ് ടൈപ്പ് ആയിട്ടുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. 3M ടൈപ്പിലാണ് ഇതിന്റെ ഫിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അത് ഫിറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് അതിലുള്ള ടാപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് ഓൾട്ടറേഷൻ കാര്യങ്ങളൊക്കെ നമ്മളെ രീതിയിൽ വിട്ടു പോകാണ്ടിരിക്കാൻ നമ്മളെ രീതിയിൽ കുറച്ച് ആ ഒരു ഓൾട്ടറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത് ഫിറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ എന്തായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം.
Madness, you know how we roll. Stay focused. In the dance I'm zoning. Back then they didn't take notice. So on job deserve a bonus. Cut so many bars, no folders.